മുടിയന്റെ റൂമിൽ കാണാനില്ല. അവിടെ ഇല്ലേ? നിങ്ങൾ പുറത്ത് പോയി നോക്ക്. മുടിയൻ ചേട്ടാ, ചേട്ടാ, ചേട്ടോ, മുടിയൻ ചേട്ടാ, ചേട്ടാ. എവിടെയാ ചേട്ടാ, അച്ഛാ, അവിടെ ഇല്ല. അച്ഛാ പുറത്തൊന്നുമില്ല. അച്ഛാ പുറത്തൊന്നുമില്ല. വിഷ്ണുവിനെ കണ്ടാ? ഇല്ല, കണ്ടില്ല. ഇത് പിന്നെ അവിടെ പോയി. മിക്കവാറും പുറകിലത്തെ മതിൽ ചേട്ടൻ കണ്ട വഴി ഇറങ്ങി ഓടിക്കാണോ വെച്ചാ? ചേട്ടാ, ആ എവിടെ പോയടാ നീ? എവിടെ പോയി? ഞാൻ നേരത്തെ ഫോൺ ചെയ്തില്ലേ? ഞാൻ ഇപ്പൊ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കറങ്ങി സംസാരിച്ച് അടുക്കള വന്നപ്പോ അടുക്കള കാര്യം കാണാനില്ല. ഞാൻ ഫോൺ ചെയ്യാൻ പോയത്, ഞാൻ നേരത്തെ ഫോൺ ചെയ്തില്ലേ? അത് സംസാരിച്ച് അവിടെ ആരും കാണാനില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു. ഉരുണ്ടളി തുടങ്ങി അല്ലേ? പെണ്ണവിടെ ഉള്ളത് അത് പിന്നെ അച്ഛന്റെ ബന്ധു വൈഡൂര്യം, അല്ല രത്നാകരൻ ബന്ധു സിന്ധു. അങ്ങനെ സിന്ധുവിന്റെ മോള്. അതല്ല ഞാൻ ചോദിച്ചത്. നിന്റെ മനസ്സിലുള്ള പെണ്ണാരാണ്? എന്റെ മനസ്സിൽ എവിടെ പെണ്ണ്? എന്റെ പൊന്നുമക്കളെ ഒരുപാട് വാവ കളിക്കല്ലേ. ഉള്ളത് പറ. അച്ഛൻ നോക്കട്ടെ വേറെ പിടിച്ചു കളയാൻ പറ്റുമെന്ന്. അച്ഛാ, ആ പറഞ്ഞത് ഭയങ്കര മോശം കേട്ടോ. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വേരോടെ പിഴുതു കളയാൻ പറ്റത്തൊന്നുമില്ല. ആദ്യം ചേട്ടനോട് കുട്ടി ആരാന്ന് ചോദിക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് പ്രൊസീഡ് ചെയ്യാലോ. ഏത് കുട്ടിയടി നീ എന്താ പറയണത്? അത് ചേച്ചി പറഞ്ഞത് 100% ശരിയാണ്. അച്ഛനും അമ്മയും പണ്ട് പ്രേമത്തിലായിരുന്നില്ലേ? അതിന്റെ അടുത്ത് ഇപ്പൊ പ്രേമമില്ലെന്നാണോ? എന്തായാലും അച്ഛനും അമ്മയൊന്ന് പ്രേമിച്ച് നടക്കുന്ന പ്രായത്തിൽ ആരെങ്കിലും വേരോടെ പിഴുതു കളയുമ്പോൾ അച്ഛൻ സഹിക്കും. അച്ഛനമ്മ പ്രേമിച്ച് കിടന്ന കാലത്ത് ആരും വേരോടെ പിഴ വന്നില്ലല്ലേ? വന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാണ്. അതോട് അത് അച്ഛൻ്റെ കാര്യം. അതോട് എനിക്ക് എന്റെ മോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇപ്പൊ പറയണം. എന്തെങ്കിലും സുഖം പറ. എന്തോന്നത് ഈ നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ തത്തിക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അവനെ എങ്ങനെ ഉത്തരം പറയാനാണ്? മോനേടാ, മോൻ പറ. മോന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ. അമ്മ മോന്റെ ഒരു ഇഷ്ടത്തിന് എതിട്ട് നിൽക്കില്ലെന്ന് അറിയാലോ. മോൻ പറഞ്ഞു. ഇത് വലിയ കഷ്ടമുള്ളമ്മ. ഇല്ലാത്ത കാര്യം ഞാൻ സമ്മതിച്ചേർന്ന. എന്റെ മനസ്സിൽ ഇല്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ ഇല്ല. സന്തോഷം. ഇനി മുതൽ രത്നാരായണന്റെ അകന്ന ബന്ധുവായ സിന്ധുവിന്റെ മകളെ മാത്രമേ മനസ്സിൽ കാണാവൂ. ഏത് രത്നാരി, ഏത് ബന്ധു, ഏത് ഇതൊന്ന് ന്യൂ ഇയർ സ്റ്റൈലിൽ ബന്ധുക്കളെ തള്ളി പറയാടാ. അത് കൊള്ളാം. എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അച്ഛൻ വാക്ക് കൊടുത്തത്. അപ്പൊ എന്റെ ലൈഫിന് വാല്യൂ ഇല്ലമ്മ. എന്റെ ലൈഫിന് വാല്യൂ ഇല്ലേ? അച്ഛന്റെ ഈ ഓൾഡ് സ്റ്റൈലാണ് അപ്പൊ സൂപ്പർ എന്ന് പറയണത്. അച്ഛനെ ഇപ്പൊ കാണിച്ച് ഇതാണ് നല്ലതാണെന്നാണ് പറയണത്. കേശു ശിവ ലച്ചു അത് പച്ച ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. എടാ കേശു പറയടാ. അത് അച്ഛാ, പിന്നെ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു യോജിക്കാൻ ഒരു വ്യത്യാസമുണ്ട്. ശിവ പറഞ്ഞോളൂ. എനിക്ക് തുടക്കം തൊട്ടേ അച്ഛന്റെ അഭിപ്രായത്തിനോട് യോജിപ്പില്ലായിരുന്നു. പിന്നെ നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയല്ലേ, പുതിയ ഒരാൾ വന്ന് കയറല്ലേ, ആ ഒരു സന്തോഷത്തിൽ ചേട്ടനെ വളരെ ചെറുതായിട്ട് ഞാനൊന്ന് പുഷ് ചെയ്തെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മ 2 ഇഞ്ചിൽ കാലിട്ട് വെക്കാല്ലേ? ഒന്നും മിണ്ടാത്ത ബാലു, നമുക്ക് വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. അവനിപ്പോൾ പറ്റില്ലെങ്കിൽ അവിടെ വിളിച്ചു പറ. നമുക്ക് ഇപ്പം എന്തായാലും അവന് കല്യാണത്തിന് താല്പര്യമില്ലാന്ന് ഒന്ന് വിളിച്ചു പറ. ശരി, ഞാൻ വിളിച്ചു പറയാം. വേണ്ട വേണ്ട. ബാലു, എന്താടേ നിനക്ക് വേറെ പണിയില്ലേ? നീ പോയി പണി ചെയ്യപ്പോ. ഈ രത്നാരായണൻ വിളിക്കുമ്പോ എന്ത് പറയുമെന്ന് ആലോചിക്കാണോ? എന്ത് പറയാ? ഞാൻ വിളിച്ച് പറയും. എന്റെ ചെറുക്കണത്തിൽ പറഞ്ഞപ്പം അവൻ പറഞ്ഞ് എനിക്കിപ്പോ താല്പര്യമില്ല, അച്ഛന് മുട്ടിക്കണമെങ്കിൽ അച്ഛൻ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു പറയും. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണേ? ഞാൻ അർത്ഥത്തിലൊന്നും പറഞ്ഞില്ല. ഏതർത്ഥമായാലും ഒന്ന് തന്നെ ഏട്ടാ. നിന്റെ അമ്മ പറഞ്ഞ പോലെ വാക്കെല്ലാം മാറ്റി പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞോളാം. എടാ നമ്മൾ ചീള് കേസടേ. വലിയ വീടില്ല, വലിയ കാറില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, ഒന്ന് വളരെ അഹങ്കാരമുണ്ട്. എൻ്റെ മക്കള്. അത് പോയി കിട്ടി. സെന്റിമെന്റ്സ് അടിച്ചെന്നല്ല ഏട്ടാ, സെന്റി അടിച്ചല്ലേട്ടാ അച്ഛൻ. എന്തോന്ന് ബാലു ഇത്? ഇനിയിപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആലോചന നടക്കുമ്പോൾ അവനോട് കൂടെ ഒന്ന് ആലോചിക്കണം, എന്നിട്ട് വേണം പറയേ. ആലോചന ആര് നടത്തുന്നു? നീ നടത്തിന് സംബന്ധം, നീ നടത്ത്. കല്യാണം ഉണ്ടെന്ന് ഞാൻ വരാം. എന്നിട്ട് യാതൊരു തൂണിൽ ഞാൻ ചാരി നിൽക്കാം. തന്താരം ചോദിച്ചാൽ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ സദ്യ ഉണ്ടോ നിൽക്കൂല അച്ഛാ? ഓടാർക്കാ അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ വിളിച്ചു പറയണത്? അച്ഛന് ദേഷ്യമൊന്നുമല്ല, വിഷമമാണെന്ന് എനിക്കറിയാം. അച്ഛൻ എന്തിനു വിഷമിക്കണത്? മക്കളെ, അച്ഛൻ വിചാരിച്ച് അച്ഛൻ വാക്ക് കൊടുക്കുമ്പോൾ നീ ഇറങ്ങി വരുമെന്ന്. നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാണ്, അച്ഛൻ പഴഞ്ചനാണ്. പക്ഷേ നീ ഒന്നും ചെയ്യണമായിരുന്നു. അച്ഛൻ വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒന്ന് അത്തടം വന്ന് ഒന്ന് പെണ്ണിനെ കണ്ടിട്ട് ഒന്ന് തിരിച്ചു സന്തോഷമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അച്ഛൻ മണ്ടനാണ്. നമുക്ക് ഈ ഞായറാഴ്ച തന്നെ പോവാം. എനിക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
നമുക്ക് ഈ കല്യാണം നടത്താം. ചിറ്റപ്പനെ വിളിച്ചു പറ, നമുക്ക് പോവാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കാരണം ഒരിക്കലും അച്ഛനെ ആരുടെ ഫ്രണ്ടിലും തലവുഞ്ച് വെക്കാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചില്ല അച്ഛാ. ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെയാണ്. എൻ്റെ പെർമിഷൻ, എൻ്റെ കാര്യം ഒന്നും നോക്കണ്ട അച്ഛൻ. അച്ഛന് ഇഷ്ടമുള്ള അച്ഛൻ, എനിക്കതാ ഇഷ്ടം അച്ഛൻ. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. നീ ഇത് ആലോചിച്ചിട്ടാണോ പറയണത്? ഞാൻ ആലോചിച്ചിട്ട് അമ്മ പറയണത്. എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അച്ഛൻ വിഷമിക്കില്ല അച്ഛാ. ഞാൻ അങ്ങ് മനഃപൂർവ്വം ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആര് കിട്ടിയെന്ത് എൻ്റെ മനസ്സിൽ ആരുമില്ല അമ്മ. അച്ഛനും അമ്മയും കുടുംബത്തെയും വിഷമിപ്പിച്ചിട്ട് എനിക്ക് വേറൊരു ജീവിതം വേണ്ട അച്ഛൻ. നിങ്ങളൊക്കെ അല്ലേ എൻ്റെ എല്ലാം. നീ വിഷമിക്കാതെ. അമ്മ പറയും പോലെ വാക്കെല്ലാം മാറ്റി പറയാൻ പറ്റൂ. ഞാൻ വിളിച്ച് പറയാം കേട്ടാ, നീ വിഷമിക്കാതെ. അല്ല വല്ലോ അപ്പൊ രത്നാരായണനോട് എന്താ പറയാ? ഞാനടുത്ത് പോകാൻ പറ, അവൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ പറ. എൻ്റെ കൊച്ചിനെ ഞങ്ങൾക്ക് വിട്ടു കൊടുക്കൂല. എൻ്റെ കൊച്ചിൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീരോട് ഞാൻ വരാൻ സമ്മതിക്കും. നീ ധൈര്യമായിട്ട് ഇല്ലടാ. അച്ഛ ഇല്ലടാ നിൻ്റെ കൂടെ. നിനക്ക് ഇഷ്ടം എന്താണോ അത് തന്നെ കേട്ടാ. എൻ്റെ പൊന്നു, പണ്ട് എൻ്റെ അച്ഛൻ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ നിങ്ങൾ അച്ഛനെ കെട്ടണ്ടെന്ന്. അന്ന് എൻ്റെ അച്ഛൻ ഇതേപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എങ്ങനെ രക്ഷപ്പെട്ടായ നിരന്ന് ഇങ്ങനെ കണ്ടാടി. എവിടെ രക്ഷപ്പെട്ടത് നീ? എണ്ണാങ്കി എണ്ണിക്കോ, എണ്ണാങ്കി എണ്ണിക്കോ, എണ്ണാങ്കി എണ്ണടി. ഇന്നൊരു കാര്യം, കുടുംബത്തേക്ക് ആറ്റാൻ വല്ലാത്തനെല്ലാം വിളിച്ചോണ്ടെന്നുണ്ടല്ലോ ആഴ്ച ചപ്പാന്ന് ചോദിച്ചു പറഞ്ഞ